ഹൂത്തി നേതാവിന്റെ സഹോദരന്റെ മൃതദേഹം സൗദി അറേബ്യ കൈമാറിയെന്ന അവകാശവാദം ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ-മാലിക്കി നിഷേധിച്ചിരിക്കുകയാണ്. തടവുകാരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കൽ കർശനമായ മാനുഷിക വിഷയമായാണ് സഖ്യസേന പരിഗണിക്കുന്നത്. ഇത്തരം വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ നിന്ന് എല്ലാ പാർട്ടികളും മാറി നിൽക്കണമെന്ന് സഖ്യസേന വക്താവ് ആവശ്യപ്പെട്ടു. ഹൂത്തി നേതാവിന്റെ മകന്റെ മൃതദേഹം സൗദി അറേബ്യ കൈമാറിയെന്ന അവകാശവാദം പ്രചരിപ്പിക്കുന്നത് കൃത്യതയില്ലാത്തതും വിശ്വാസ്യതയില്ലാത്തതുമാണ്. 2023 ജൂണിൽ സൗദി സേനയിലെ 9 യമൻ സൈന്യത്തിലെ 20 രക്തസാക്ഷികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിർത്തിയിൽ കൊല്ലപ്പെട്ട 57 ഹൂത്തി പോരാളികളുടെ മൃതദേഹങ്ങളും കണ്ടെടുക്കുകയും തിരികെ നൽകുകയും ചെയ്തു. എന്നാൽ ഈ പട്ടികയിലും ചർച്ചകളിലും ഹൂത്തികളുടെ പ്രസ്താവനയിൽ പരാമർശിക്കുന്ന പേരുൾപ്പെട്ടിട്ടില്ല. സഖ്യസേനയുമായി ബന്ധമില്ലാത്ത പ്രാദേശിക സംഘർഷങ്ങളിൽ സംശയാസ്പദമായ വ്യക്തി കൊല്ലപ്പെട്ടിരിക്കാമെന്നും അൽ-മാലിക്കി അഭിപ്രായപ്പെട്ടു. ഹൂത്തികളുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാരണങ്ങളാകാം ഹൂത്തി നേതാവിന്റെ സഹോദരന്റെ മൃതദേഹം കൈമാറിയെന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വാദമെന്നും ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ-മാലിക്കി പറഞ്ഞു. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, സൗദി അറേബ്യ.